ഇതിലിപ്പോൾ അവരുടെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് അവരുടെ പേരുൾപ്പെടെ ഇതിനവസാനം അവരുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അതിജീവിത നടത്തിയിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ പറയുന്നത് മാത്രം പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു നേരിയ കണിക എന്നവർ പറയുകയാണ്. ഒപ്പം പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്ന കാര്യങ്ങൾ നടിയും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്, പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയത്, താൻ അനുഭവിച്ച മാനസിക വ്യഥ എത്രത്തോളമാണ്, പിന്നീട് ഈ ജഡ്ജിയിൽ നിന്ന് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ടത്, അതിന്റെ പശ്ചാത്തലം. പക്ഷേ അതിനോട് എങ്ങനെയാണ് കോടതി നിസ്സഹകരിച്ചത്, സുപ്രീം കോടതി വരെ അങ്ങനെ ഒരു ആവശ്യവുമായി താൻ പോയ സാഹചര്യം, അങ്ങനെ എല്ലാം. ഒപ്പം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കോടതി മറ്റൊരു തരത്തിലേക്ക് നിലപാട് സ്വീകരിച്ചത് എന്നത് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടുള്ളൊരു വിശദമായ പ്രതികരണം. വിഷ്ണു. അനുജ, തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 7.5 വർഷത്തെ ഈ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെ ഒരു ആദ്യ പര്യവസാനം എന്നുള്ളതാണ് ഈ കോടതി വിധിയെ നമ്മൾ കണ്ടത്. അതിൽ അവർ ഈ കഴിഞ്ഞ 7 വർഷം അവർ ജീവിച്ച. വിഷ്ണു, ഒരു കാര്യം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഇതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും എല്ലാം നമ്മൾ കൊടുക്കുന്നത് കോടതിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് പ്രോസിക്യൂഷനെതിരെയാണ് ആ ഉത്തരവിലുള്ളത്. തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷ വിമർശനമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പോൾ പക്ഷേ അതിജീവിതയാകട്ടെ പൂർണ്ണമായും പ്രോസിക്യൂഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എന്താണ് കോടതി തന്നോട് ചെയ്തത് എന്നതിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രതികരണമല്ലേ ഇത്? അതിന് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകളും അതിന്റെ മെറിറ്റുകളും മാത്രമാണ് കോടതി വിധിന്യായത്തിൽ പരിഗണിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും, ഇതിന് പൊതുബോധമോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സെൻസേഷണലിസമോ ഒന്നും തന്നെ കോടതിയുടെ വിധിന്യായത്തെ ബാധിക്കാറില്ല. അത് കോടതി ആ വിധിന്യായം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എവിടെയെല്ലാം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്, പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന. നടി അതിനപ്പുറത്തേക്കായി ഒരു പടി കൂടി കടന്ന് അവർ നേരത്തെ ഒക്കെ ഈ വിചാരണ കോടതിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം അവർ നേരിട്ട പ്രതിസന്ധികൾ, അവർ കടന്നുപോയ ദുസ്സാഹചര്യങ്ങൾ, അവർ നേരിട്ട അപഖ്യാതികൾ അതെല്ലാം എണ്ണമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിചാരണ കോടതിക്കെതിരെയുള്ള വിമർശനം എന്ന് വിശേഷിപ്പിക്കാനാകുമോ എന്നറിയില്ല. പക്ഷേ അവരുടെ അതൃപ്തി, അവരുടെ ആശങ്കകൾ, അവർക്ക് ആ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അവരുടെ സങ്കടം ഒക്കെ നിറഞ്ഞതാണ് വിചാരണ കോടതിക്കെതിരെയുള്ള ആരോപണങ്ങൾ. അത് തുടങ്ങുന്നത് തന്നെ തന്റെ മൗലിക അവകാശങ്ങൾ ഈ കോടതിയിൽ ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്നാണ്. ഒപ്പം പ്രോസിക്യൂട്ടർമാർ മാറിയ കാര്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് അത് മാറിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് താൻ വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു അന്വേഷണത്തിന് അവിടെ വഴി തെളിഞ്ഞില്ല. പിന്നീട് താൻ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ നിന്നാണ് ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവുണ്ടാകുന്നത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ നിന്ന് തന്നെ പലതവണ തനിക്ക് മെന്റലി താൻ ഡൗൺ ആയി പോയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പക്ഷേ 22 അഭിഭാഷകരാണ് ആദ്യ ദിനം അവരെ ക്രോസ് ചെയ്തത്. അതിനുശേഷം അവർ മാനസികമായി തളർന്നുപോയി എന്നുള്ള കാര്യമൊക്കെ അവർ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അത് ഈ കോടതി കൂടി ഒരുപക്ഷെ ഈ പ്രതിഭാഗത്തിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലാണ് അവരുടെ പരാമർശം. ഈ ജഡ്ജിയെ മാറ്റണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടപ്പോൾ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടത് പ്രതിഭാഗമാണ്. അതിൽ നിന്ന് തന്റെ സംശയങ്ങൾ ബലപ്പെടുന്നു എന്നുള്ളതാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും നന്ദി എന്നുള്ള ഒരു വരി വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്ന് പറയുകയാണ്. എന്നാൽ ഒരു വരി അതിൽ പ്രതീക്ഷയുണ്ട്. ഭാവിയിൽ ഒരുപക്ഷെ അപ്പീൽ പോകുന്നതിലൊക്കെയുള്ള പ്രതീക്ഷ കൂടിയാകാം അതിജീവിത പ്രകടിപ്പിക്കുന്നത്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും എന്ന് പറയുന്നു. വളരെ വിശദമായി തന്നെ ഒരു പ്രതികരണം. ഈ ഇത്രയും ദിവസം 8-ാം തീയതി വിധി പുറത്തു വന്നതിന് ശേഷം, അതിനുശേഷം ശിക്ഷാവിധി പുറത്തു വന്നതിന് ശേഷം അതിജീവിതയുടെ ഇതാദ്യ പ്രതികരണം വിഷയത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് കോടതിയിൽ താൻ നേരിട്ടത് എന്നത് വിശദമായി തന്നെ പറയുന്നു. 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തനിക്ക് നീതി കിട്ടാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ എന്ന് തന്നോട് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴും പിടിച്ചു നിന്നു. പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിട്ടുണ്ട്, അത് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയെല്ലാം തനിക്ക് നേരിട്ടത് അനീതിയാണ് എന്ന് പറയുകയാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, അതായത് ഇനിയും ന്യായാധിപന്മാരുണ്ട് എന്നൊരു പ്രതീക്ഷ അതിജീവിത വച്ച് പുലർത്തുന്നുണ്ട്. അതായത് അപ്പീൽ പോകുന്നതിലുള്ള പ്രതീക്ഷ അത് തന്നെയാണല്ലോ.
നിയമപോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറയുകയാണ്. നീതിക്ക് വേണ്ടി അങ്ങേ അറ്റം വരെ അവർ പോരാടും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വിചാരണ കോടതിയും ഹൈക്കോടതിയും താണ്ടി സുപ്രീം കോടതി വരെ പോയാലും നീതിക്കായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. തനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഇതിനപ്പുറത്തുള്ള വിധിന്യായകർത്താക്കൾ ഉണ്ട്, അവരിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് നടി പറയുകയാണ്. അതായത് ആ പോരാട്ടം നിലക്കുന്നില്ല, ഇതിന്റെ ആദ്യപടി മാത്രം അവസാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നതായി പ്രോസിക്യൂഷനും മനസ്സിലായി എന്ന്. സ്വാഭാവികമായും അത് 8ാം പ്രതിയായിരുന്ന ദിലീപിനെ ഉദ്ദേശിച്ചാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കാര്യങ്ങൾ വരുമ്പോൾ അത് വളരെ ക്ലിയർ കട്ടായി പരിശോധിക്കുകയും 8ാം പ്രതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ലാതാകുകയും ചെയ്യുന്നു എന്ന് പ്രോസിക്യൂഷനും മനസ്സിലായി എന്ന് നടി വ്യക്തമാക്കുകയാണ്. അഭിഭാഷകർ അവരോട് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.